കോഴിക്കോട് നല്ല ഒന്നാന്തര ഫുഡ് കിട്ടുന്നുണ്ടോ? എന്തോരം റെസ്റ്റോറൻറ്റ്സാണ് കോഴിക്കോട്. ഞാനിപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ബഹുമത്തിന് മുമ്പിലാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്റ്റേഡിയം ജംഗ്ഷൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ നല്ല കിടിലം ഫുഡാണ് ഇവിടെ. ഞാൻ പറയേണ്ട അതിൽ ഇഷ്ടംപോലെ ഫുഡ് ബ്ലോഗേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നമ്മൾ വന്നത് ബിരിയാണി കഴിക്കാൻ മാത്രമല്ല, കോഴിക്കോട് തടികളുടെ ഭയങ്കര ഹബ്ബാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കല്ലായിപ്പുഴയുടെ തീരത്ത് പണ്ട് നിലമ്പൂരിൽ നിന്നും മറ്റൊരു ഇഷ്ടം പോലെ തടി വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് തടികൾ പലയിടത്തേക്ക് കയറി പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ തടികൾ ഇറക്കുമതി ചെയ്യുന്ന പോയിട്ടുണ്ട്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന തടികൾ, അതായത് നമ്മുടെ നാടൻ തേക്കിനേക്കാളൊക്കെ വലിയ നല്ല ക്വാളിറ്റി ഉള്ള തടികൾ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഇറക്കുമതി ചെയ്യുന്ന തടികൾ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നുള്ള അതിലൊന്ന് കാണുക. അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് എവിടെയൊക്കെ ചെയ്യുന്ന ആളുകളെ, ചെറിയ കാർപ്പൻറ്റേഴ്സിനെയൊക്കെ ഒന്ന് കാണുക. ആ പ്രോഡക്റ്റ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഈ കാർപ്പൻറ്റേഴ്സിനെ ഈ തടി വെച്ച്, അതായത് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഈ തടി വെച്ച് ഇവര് പണിയുന്ന അല്ലെങ്കിൽ ഉരുപ്പടികൾ പണിയുന്ന കാർപ്പൻറ്റേഴ്സിനെ നമുക്കൊന്ന് കാണണം. കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. പിന്നെ അതിനുശേഷം ഈ പ്രോഡക്റ്റിനെ പറ്റി കൃത്യമായിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. കോഴിക്കോട് വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ഫുഡ് നമ്മൾ കഴിച്ചു, അത് കഴിഞ്ഞു ഇത് നമുക്ക് നേരെ ഇതൊക്കെ പോയി കണ്ട് പരിചയപ്പെട്ട് കേട്ട് വരാം. നമ്മളന്നേരം പറഞ്ഞ പോലെ നമ്മളുടെ ഈ തടികളുടെ പണികൾ നടക്കുന്ന കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇന്ന് ഇവരെയൊക്കെ കാണുക, ഇവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പണികൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതെന്താ മില്ലാണോ സംഭവം? അല്ലല്ലോ, തടിയുടെ പണി നടക്കുന്ന വർക്ക്ഷോപ്പ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിലെ അടുത്ത ഇവിടുത്തെ എല്ലാ ഓവറോൾ കാര്യങ്ങളും നോക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേരെന്നാ? ബാബുരാജ്. ഓക്കെ ചേട്ടാ, ഇവിടെ ഞാൻ വന്നത് ഈ തടികളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തടികൾ ഏതൊക്കെയാണ്, പണികൾ എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ആകുന്നത് മെർബോ എന്ന് പറഞ്ഞ മരമാണ് മൂവ് ആകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളി അല്ല, വിദേശിയാണ്. ഇപ്പോൾ വിദേശി ആയതുകൊണ്ട് നമുക്ക് ഇവനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ എന്തിനാ കംപ്ലൈന്റ് വന്നിട്ടില്ല ഈ മരത്തിനെ പറ്റി? അപ്പോൾ ഇത് പൊട്ടി കീറുകയോ അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് ഈ ചെറിയൊരു പീസ് ആണെങ്കിൽ കൂടെ. അതാണ് ഇതിന്റെ ഗുണം, ഹാർഡാണ്. അപ്പോൾ സാധനം നമ്മൾ തേക്കിന്റെ കൂട്ട് തന്നെ നമുക്ക് ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാം, വീട്ടിലേക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ലതാണ്, നമുക്ക് ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇപ്പം മൂവ് ചെയ്യുന്നത് ഈ മരമാണ്. ഓക്കെ. അപ്പോൾ നമുക്കിത് ചെയ്ത്, ഇതിപ്പം എന്തായാലും കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് ചെയ്ത് വെച്ചേക്കെ നമുക്കൊന്ന് കണ്ടാലോ? ഇത് വീട്ടിലേക്ക്, അതായത് ഒരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുന്ന സാധനം നമുക്കൊന്ന് കാണാം. ഇതാണല്ലോ നമ്മുടെ ഗോഡൗൺ അന്നേരം. ഇവിടെ നിന്നാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രൊഡക്റ്റ് ഉണ്ട് ഫുള്ള് പോകുന്നത്. പിന്നെ നാഗർകോവില്, തമിഴ്നാട്ടിലും ഉണ്ടോ? തമിഴ്നാടുണ്ട്, അതുപോലെ കർണാടക ഉണ്ട്. കർണാടകയിലേക്കും കയറ്റുമതി ഉണ്ട്. ബാംഗ്ലൂർ, മൈസൂർ. പക്ഷേ നിങ്ങളുടെ മെയിൻ ഹബ്ബ് ഇവിടെ തന്നെ. ഇവിടെ വന്നിട്ട് പിന്നെ കർണാടക നമ്മൾ നേരിട്ട് ചെന്നൈ പോർട്ടിൽ ഡയറക്റ്റ് കണ്ടെയ്നർ അങ്ങോട്ട് വിടും. ഫുള്ള് കണ്ടെയ്നറിന്റെ കളികളാണ്, ചെറിയ കളികൾ. നാഗർകോവില് നമ്മൾ ഇവിടെ തന്നെ കയറി പോകുന്നത്. ഇതിപ്പോ എവിടേക്ക് പോകാനുള്ള ലോഡാ? ഇതിപ്പോ കണ്ണൂര് പോകാനുള്ള ലോഡാ. ലോഡ് നിറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്ന സ്റ്റോക്ക് ഒക്കെ നമുക്ക് കാണാം കൃത്യമായിട്ടും. ഇതൊക്കെ കുറേ, എനിക്ക് തോന്നുന്നു കുറേ വീഡിയോസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ അല്ലേ? വന്നിട്ടുണ്ട്. ഇവർ തന്നെ കുറേ വീഡിയോസ് ഈ പറഞ്ഞ ഈ തടിയുടെ ഇതിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു. മർബ അല്ലേ? എങ്ങനെ കറക്റ്റ്? മർബ അങ്ങനെയാണ് ഈ തടിയുടെ പേരല്ലേ? അപ്പോൾ ഇതാ മൊത്തം ഇങ്ങനെ അടിക്കിട്ട് വെച്ചാൽ എന്തോരം സൈസാ അല്ലേ? എല്ലാ അളവിലും ഉള്ളതുണ്ട്. അതായത് വലിയ പലക മുതൽ വലിയ കട്ടിലൊക്കെ വേണ്ടിയിട്ടുള്ള ആ സംഗതി എല്ലാ സാധനം ഉണ്ട്. ഒരു വീടിന്റെ ആവശ്യത്തിലുള്ള വാതിൽ കട്ടില്, ജനൽ കട്ടില്, ഡോറിന്റെ ചട്ടം, വാതിലിന്റെ മറ്റേ ജനലിന്റെ ചട്ടം. ഈ ജനലിന് പലകയില്ലേ, വീതിയുള്ള പലക, അതും ഇതിന് വരുന്നുണ്ട്. പിന്നെ സ്റ്റെയറിനുള്ള പലക വരുന്നുണ്ട്. അതങ്ങനെ ഫ്ലോറിങ്ങിലുള്ളതുണ്ടോ? ഫ്ലോറിങ്ങിനുള്ള വരുന്നുണ്ട്. നമ്മുടെ ഇതുമാതിരി ഈ പൈൻ വുഡ് ഒക്കെ ഇല്ലേ നമ്മൾ ചിലടത്ത് ഉപയോഗിക്കില്ലേ, അതുമാതിരി ഇത് ഉപയോഗിക്കാം. പൈൻ വുഡ് സോഫ്റ്റ് ആണ്. അത് പിന്നെ വെള്ളം അതൊന്നും വല്ലാതെ തട്ടാൻ പറ്റില്ല, പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഇത് നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഇതൊക്കെ പുറത്ത് ഡക്കിങ്ങിനൊക്കെ ഉപയോഗിക്കില്ല, പോളിന്റെ ഡക്കിങ്ങിന്. ഇത് നമുക്ക് ഫ്ലോറിങ്ങിന് വരുന്നതാണ് ഈ ഒരു ഇത്. ഇതാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം. ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതാണ് ഫ്ലോറിങ്ങിന് ചെറിയ ഇതുണ്ട് അല്ലേ? ഓക്കെ.
ഇത് വെച്ചിട്ടാണ് ഫ്ലോർ ചെയ്യുന്നത്. അതെ അതെ അതെ. ഇത് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ അതെ അതിനൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ലോറി ഇതിലേക്ക് കയറ്റാനുള്ള ലോഡാണോ വരുന്നത്? ലോഡാണ് അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രെയിനകത്താണ് വരുന്നത് അല്ലേ? ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല വെയിറ്റ് ഉള്ള തടിയാണിത്. ഇതിന്റെ ഈ നമ്മൾ ആ മില്ലിൽ പോയ സമയത്ത് നമ്മൾ ആദ്യം മില്ലിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. മില്ലിൽ പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തടിക്ക് കറയുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ. കറയല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഓയിൽ കണ്ടന്റ് ആണ്. മറ്റുള്ള മരങ്ങളൊക്കെ വാട്ടർ കണ്ടന്റ്. ഈ വാട്ടർ കണ്ടന്റ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ നല്ല വെയിലടിച്ചു കഴിഞ്ഞാലൊക്കെ ഇത് ഒന്ന് ചുരുങ്ങി പോകും. മറ്റുള്ള മരങ്ങൾ ആ വെള്ളത്തിന്റെ അംശം കുറയുമ്പോഴാണ് ഈ ചുരുങ്ങുന്നത്. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഓയിൽ കണ്ടന്റ് ആണ്. ഇവര് കറയെന്ന് പറയുന്നത് ഓയിലിനെയാണ്. ഓയിലിനെയാണ്. അത് പുറത്ത് വരില്ല. അത് ഉള്ളത് കൊണ്ടാണ് ഈ മരം ചുരുങ്ങി വരാത്തത്. പ്രശ്നമൊന്നും ഉണ്ടാകാത്തത്. ഈ ഒരു ഓയിൽ കണ്ടന്റ് ഉള്ളത് കാരണം നമുക്ക് മറ്റുള്ള പ്രാണികളുടെ ശല്യം, അതായത് ചതല്, കുത്തല് അതൊന്നും വരില്ല. ഇല്ല. ഉറപ്പാണ്. ഉറപ്പാണ്. നമ്മൾ ഈ ഉറപ്പാന്നൊക്കെ ചോദിക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ. ഇത് കണ്ടിട്ട് ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചതിന് ശേഷം ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇവർ ആദ്യം വന്ന് നമ്മളായിരിക്കും തരുള്ളൂ. പൂരത്തെറിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഏത് മരവും നമ്മള് ഫിക്സ് ചെയ്യേണ്ട രീതി ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഹിൽവുഡിന്റെ ഷീൽഡ് പ്രോ ഉണ്ട്, ചുമര് സൈഡ് അടിച്ചു കൊടുത്താൽ മതി. ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിന് കുറച്ച് ഈർപ്പുള്ള മണ്ണായിരിക്കും. നമ്മൾ കണ്ടായിരുന്നു ഇവിടെ നമ്മുടെ എന്താ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നം വരില്ല. ചുമരിൽ നിന്ന് ഭിത്തിന്ന് വരണ അടിക്കണ്ടെന്നല്ലേ പറയുന്നത്? അടിക്കണമെന്നൊന്നും കൂടെ സേഫ്റ്റിക്ക് കുറച്ചും കൂടെ സേഫ്റ്റി. നമ്മളിപ്പോ കാറൊക്കെ മേടിക്കുമ്പോ അണ്ടർ കോട്ടിങ് അടിക്കണ്ടെന്ന് പറയും, എങ്കിലും അടിക്കുന്നില്ലേ? അല്ല, എന്നാലും ശരിയാ. നമ്മള് എന്താ പറയാ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇന്നാലും നമ്മൾ വീണ്ടും അഡീഷണൽ സേഫ്റ്റി തീർച്ചയായിട്ടും. പിന്നീട് നമുക്കൊരു പ്രശ്നം വരാതിരിക്കുക ഇതും കൂടെ ചെയ്ത യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇതിന് വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ വലിയ ജനല് നമ്മളിപ്പോ നേരത്തെ പോയതില്ല, അത് വലിയ ജനാലകൾ, വലിയ ഹൈറ്റ്. ആ അളവിലൊക്കെ നമുക്ക് ഈ മരം കിട്ടും. വലിയ അളവിൽ കിട്ടും. 2 അടി മുതൽ 16, 17 വരെ കിട്ടും. ഞാൻ വേറെ കാര്യം, ഈ സാധനം ഒരു കസ്റ്റമർക്ക് വേണം. അപ്പോൾ അവരുടെ വീട് പണി ഏകദേശം തുടക്കം മുതലേ വേണം അല്ലേ? കണ്ടില്ല, ഇതിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്ന അളവിൽ ഈ സാധനം ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ റെഡി ആയിട്ട് ഈ സാധനം സ്റ്റോക്ക് അവൈലബിൾ ഉണ്ടോ? അതെ, ഉണ്ട്. എല്ലാ അളവും അത്യാവശ്യം ഉണ്ട്. എല്ലാം ഫുൾ സ്റ്റോക്ക്. സത്യം പറഞ്ഞാൽ ഇതാണോ നിങ്ങളുടെ സ്റ്റോക്ക് യാർഡ്, അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിപ്പോ ഇവിടെയുള്ള സ്റ്റോക്ക് ഇനി നമുക്ക് വരാണ്ട്. കൊച്ചിയിൽ കണ്ടെയ്നർ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ കണ്ടെയ്നർ ഇത് കയറുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ എടുക്കും കണ്ടെയ്നർ. അതായത് നമ്മൾ ഗോഡൌൺ ഫുൾ ഇത് ബ്ലോക്ക് ആവാതിരിക്കാനാണ്. കയറുന്നതിനനുസരിച്ച് ഈ ലോഡ് പോയി അടുത്ത ലോഡൊക്കെ പോകാണ്ട്. അത് കയറുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടെയ്നർ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. അതെ, കൊച്ചിയിലും ചെന്നൈയിലും നമുക്ക് സാധനം ഇറങ്ങും. ഈ കേരളത്തിന്റെ ഏത് ഭാഗത്താണ് കൂടുതലും ഈ ഒരു തടി കൂടുതലും സെയിൽ ആവുന്നത്? കേരളത്തില് ഇപ്പോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും ഇന്ന സ്ഥലങ്ങളൊന്നുമില്ല. അല്ല, പൊതുവെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന എറണാകുളം ജില്ലയിൽ കൂടുതൽ എറണാകുളത്തുണ്ട്, അതുപോലെ കണ്ണൂര്, മലപ്പുറം, പിന്നെ കാസർഗോഡ്, ട്രിവാൻഡ്രം, എല്ലായിടത്തും തടി ഉപയോഗിക്കുന്നുണ്ട്. തടി നമ്മളിപ്പോ ഒരു വീട് വെക്കുമ്പോ അതിന്റെ ഒരു ആ ഒരു ഇത് ഫുൾ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ മരം തന്നെ ഉപയോഗിക്കണം. അതിലിപ്പോ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്റ്റീൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീല് ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട്. കാരണം അതൊരു സാധാ ഒരു ഷീറ്റാണ്, ഷീറ്റ്. ഇതൊക്കെ പറഞ്ഞത് കണ്ടല്ല, ഇത് ശരിക്കും ഫുൾ ഒരു മരത്തിന്റെ കട്ടയാണ്. സ്റ്റീൽ അങ്ങനല്ല. സ്റ്റീൽ ഒരു സാധാരണ തകിട, ഒരു 3 ഇത്ര ഉണ്ടാവുള്ളൂ, 3 സൈഡ്. അതിൽ നമ്മൾ മെറ്റലും കോൺക്രീറ്റും ഇറക്കി നിറക്കിയാണ്. ഇത് ഭാവിയിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ മെറ്റലിന്റെ അവകാശപ്പെടുന്നത് തുരുമ്പെടുക്കില്ല, ഒരുപാട് ഭയങ്കര ഇതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല. ഇരുമ്പ് തുരുമ്പെടുക്കുന്നാണല്ലോ സാധാരണ പറയാറ്. അതെന്തായാലും വരാതിരിക്കില്ല, കാരണം ആ ജോയിന്റില് എന്തായാലും കയറും. അല്ല, ഇപ്പം മരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെതലെടുക്കുന്ന മരങ്ങളും ഉണ്ട്, ചെതലെടുക്കാത്തതും ഉണ്ട്. മരങ്ങളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരം ഇപ്പൊ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് ഒരുപാട് തടികളുണ്ട്. നല്ല മൂപ്പുള്ള മരം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല. ഇത് കുറഞ്ഞ തടി എടുത്തിട്ടാണ്, അത് പ്രായം കുറഞ്ഞ തടി. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 വർഷം പഴക്കമുള്ള തടിയാണ്. ഈ തടിയെല്ലാം 100 വർഷം. ഇത് ഇന്തോനേഷ്യയിലെ പപ്പുവ എന്നാണ് വരുന്നത്. പപ്പുവ എന്ന് പറഞ്ഞ ദ്വീപിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റ് 100 വർഷം പഴക്കമുള്ള തടികൾ കട്ട് ചെയ്യും. ഇപ്പൊ ഏറ്റവും നല്ല തേക്ക് വരുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ തേക്കാണ്. ഒരു 60 വർഷമായത് അവിടെ കട്ട് ചെയ്യും. അതിൽ നിന്നാണ് ഇവിടെ പുറത്ത് വരുന്ന തേക്ക്. അതുപോലെ തന്നെ
ആ ഒരു ഇതുപോലെ മറ്റേ ഇന്തോനേഷ്യയിൽ ചെയ്യുന്നത്. അത് ഇവിടുന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. പിങ്കോടയും ഇവിടുന്ന് തന്നെയല്ലേ വന്നുകൊണ്ടിരുന്നത്? പിങ്കോട ബർമയാണ് അല്ലേ? അത് തന്നെയാണ് ഈ ചെറുതേക്ക് എന്ന് പറയുന്ന സാധനം. എറണാകുളം ഭാഗത്തൊക്കെ ചെറുത്. പിന്നെ അവിടെ ഇഷ്ടം പോലെ നമ്മൾ ഈ വിൽക്കുന്ന വീടുകളിലും കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് ഈ ചെറുതേക്കുണ്ട്. പക്ഷേ ഈ ചെറുതേക്ക് ഇപ്പം കാണാനില്ല. ഇപ്പൊ വരുന്നില്ല പൂർണ്ണമായിട്ടും. ഇപ്പം ഇവനാണ് താരം. ഇത് നമ്മൾ 10-30 വർഷമായിട്ട് ചെയ്യുന്നതാണ്. ഇത് തടിയായിട്ട് വന്നിരുന്നതാണ്. ഓ, ഇപ്പൊ സൈസ് കയറി തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പൊ നിങ്ങളാണ് ഇതിന്റെ ബ്രാൻഡ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഹിൽവുഡ് എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ സെല് ചെയ്യാം. നമ്മൾ ഇനിയുള്ള വീട് വെക്കുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക, കംപ്ലൈന്റും കാര്യങ്ങളില്ലാതെ. കാരണം വീട് ഒരു പ്രാവശ്യം വെക്കൂ, പിന്നീട് വെട്ടിപ്പൊളിച്ച് മാറ്റാനുള്ള ഒരു അവസ്ഥ അവർക്ക് വരരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഇത് ബെൻഡ് ആകാനുള്ള അങ്ങനത്തെ വെയിലും മഴ തട്ടിച്ചിട്ട് ഇത് ബെൻഡ് ആകും, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഇല്ല, അത് സോഫ്റ്റ് വുഡ് ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ വരുള്ളൂ. ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ ഇളക്കാൻ കഴിയുന്നത്. അല്ല, ഞാൻ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത സമയത്ത് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഫുൾ ഡീറ്റെയിൽ. അല്ല, ഈ തടിയെ പറ്റി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് ഓടാണ്. ഞാൻ ഇവർ വന്ന് ഇതൊക്കെ കഥയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വുഡ് നോക്കി കഴിഞ്ഞപ്പോൾ സംഗതി കാണിക്കുന്നത് ഈ ഒരു തടിയാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വുഡ് കാണിക്കുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ, മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഈ അതായത് പല സ്ഥലങ്ങളിലും തുറസായുള്ള സ്ഥലങ്ങളിൽ ഈ വുഡ് ഉപയോഗിക്കുന്നതായിട്ടും ഗൂഗിളിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അവിടത്തേക്കാൾ എന്തായാലും ചൂട് ഇവിടെ ഇല്ല അല്ലേ? ദുബായിലും അല്ലെ സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാൾ ചൂടൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അപ്പം ഗൂഗിൾ പറയുന്നതാണ്, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ് തെറി വിളിക്കാനും നിൽക്കണ്ട. താഴെ ഗൂഗിൾ പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി ഗൂഗിളിൽ പോവുക, സെർച്ച് ചെയ്ത് നോക്കുക. എന്താ ഒന്നുകൂടെ പറഞ്ഞ ഇതിൻ്റെ പേര്? മെർബോ. അപ്പോൾ അത് ഒരു ചെറിയ ഉദാഹരണം. ഇപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, അവരോട് ചോദിക്കാമോ? പിന്നെന്താ ചേട്ടാ ഒന്ന് വരുമോ? ഇവർക്കാണോ ഇത് കൊടുക്കുന്നത്? ഇവർക്കാണ് ഇപ്പൊ ഇവിടെ സാധനം. പേരൊന്നും പറഞ്ഞോളൂ. 1 സെക്കൻഡ്, മൈക്ക് കൊടുത്ത് കൊടുത്തോട്ടെ. പറഞ്ഞു ചേട്ടാ, ഇത് എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ്? അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ലതാണോ? പണ്ട് കാലത്ത് ഇറങ്ങിയ മലേഷ്യൻ ഹീറോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഈ മലേഷ്യൻ ഹീറോ ഇറങ്ങിയപ്പോഴും ആളുകളൊക്കെ തന്നെ ഇത് വാങ്ങാൻ കുറച്ച് മടിച്ചിരുന്നു. പക്ഷെ പിന്നീട് ആ മലേഷ്യൻ ഹീറോ വലിയ രീതിയിൽ സെയിലാവുകയും ആളുകൾക്ക് ഇപ്പം മാർക്കറ്റിൽ ടൈറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അന്വേഷണം പറഞ്ഞാൽ അതിനോട് കടപിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മരമാണ് ഈ ഒരു മരം. മെർബോ എന്നുള്ള മരമാണ്. പിന്നെ എൻ്റെ ഒരു ഭാര്യയുടെ ആങ്ങള വിദേശത്തുണ്ട്. അയാൾ ഏകദേശം ഈ മരമൊക്കെ ആയിട്ട് കുറച്ചുകൂടി എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന ചേട്ടൻ. ഇതിപ്പം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി വീട് പണിയാൻ പോവാണ്. പേരെന്താ? ബിജു. എവിടെ സ്ഥലം? ഞാൻ വടകര. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ തടി എടുക്കുന്നത്. അപ്പം വിദേശത്തുള്ളവർ, അപ്പം നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞേ ഉള്ളൂ ആ ഒരു കാര്യം. അപ്പോൾ വിദേശത്തുള്ളവർക്ക് കൂടുതലും ഈ ഒരു തടിയെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു തടിയുടെ കാര്യങ്ങളെ പറ്റി അറിയാം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നന്നായി. വളരെ നന്ദിയുണ്ട് കേട്ടോ റിവ്യൂ പറഞ്ഞു. കാരണം വളരെ ആകസ്മികമായിട്ട് തന്നെയാണ്, അതല്ല പ്ലാൻഡൊന്നുമല്ല. അതെ, ഇപ്പൊ വന്നപ്പോഴാണ് ഞങ്ങൾ ജസ്റ്റ് കണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു. മരമിലുണ്ട്. ഓക്കെ, മരമിലുണ്ട്. അയാള് മരമൊക്കെ ഇറക്കുന്ന കൂടുതലാണ്. മരം ഇറക്കാറില്ല. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോടൊന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറുടെ റിവ്യൂവും കാര്യങ്ങളും കേട്ടു. ഇനി നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ ഡീലേഴ്സ് ഉണ്ടോ? ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വിളിക്കണോ നിങ്ങളെ വിളിക്കണോ സാധനം കൊടുക്കാനായിട്ട്? നമ്മളെ വിളിച്ചാൽ മതി. നിങ്ങൾ ഡീലർ ത്രൂ കൊടുത്തോളും. ആ കസ്റ്റമർ ഏതാണ് ഏരിയ, ആ ഏരിയയിലുള്ള ഡീലേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഏത് മുക്കിലും മൂലയിലാണെന്നുണ്ടെങ്കിലും ഹിൽവുഡിന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കാം. അതെ, ഉറപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പോയി കാണുക. പിന്നെ വേറൊരു കാര്യം കൊണ്ട് കേട്ടോ, യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഗീവ് അവേ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? ഹിൽവുഡ് ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പം ഞങ്ങൾ ഇതിൽ പറയുന്നില്ല. നേരെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പേജ് എടുത്ത് നോക്കാം. അവിടെ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗീവ് അവേ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഗീവ് അവേ ആട്ടോ. അപ്പോൾ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗീവ് അവേ ഉപകാരപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി കാണുക. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പറയാൻ? ഇല്ലല്ലോ, എല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും സോഷ്യൽ മീഡിയ ലിങ്കുകൾ, വെബ്സൈറ്റ് ലിങ്കുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും താഴ്ത്തു കൊടുത്തേക്കാം. അപ്പോൾ അതിലെടുക്കുക, വിളിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, നിങ്ങൾക്ക് വേണ്ട പ്രോഡക്ട്സ് വാങ്ങിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. വേറെ ഒന്നുമില്ലല്ലോ പറയാൻ? വേറെ ഒന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.